ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ജേണലാണ് ചെയ്യുന്നത്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സെലിബ്രിറ്റി ഓഫ് ഓൾ ടൈം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരാളുടെ പേരായിരിക്കും പറയാൻ പോകുന്നത്. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സനെ പറ്റിയ ഒരു ജേണലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന കളർ പേപ്പേഴ്സൊക്കെ ഞാനൊരു സ്റ്റുഡിയോയിൽ പോയി പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. പിന്നെ ബ്ലാക്ക് കളർ പേപ്പർ ഇല്ലാത്ത കാരണം ഈ ഒരു സാധാ പേപ്പറിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു ബ്ലാക്ക് കളർ അടിച്ചെടുത്തതാണിത്, ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന ന്യൂസ് പേപ്പർ കട്ടിങ് ഞാൻ അല്ലാണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. പിന്നെ ഒരു 11 ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള. അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരെണ്ണം എക്സ്ട്രാ വന്നായിരുന്നു. ആ എക്സ്ട്രാ വന്നത് ഞാൻ എൻ്റെ ഡോറിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മൈക്കിൾ ജാക്സനെ പറ്റി പറയാനാണെങ്കിൽ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ മൈക്കിൾ ജാക്സൻ്റെ കടുത്ത ആരാധകരാണ് സ്കൂൾ ടൈം തൊട്ടേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും എൻ്റെ വീട്ടിൽ TV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇൻ്റർനെറ്റൊന്നും ആ സമയത്തില്ലായിരുന്നു. അപ്പോൾ ആകെ മൈക്കിൾ ജാക്സനെ കാണാൻ പറ്റുന്നത് TV ആൽബംസ് വരുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. ആ സമയത്ത് എപ്പോഴും ഒന്നും വരത്തില്ല, ഇടയ്ക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴാണ് വരുന്നതെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ആ സോങ്സൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പോഴും അതൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടുമല്ലോ. അന്നതൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വേറൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ്, ആൽബംസ്, കൺസേർട്ട്, ഇൻ്റർവ്യൂസൊക്കെ ഇരുന്ന് കാണാറുണ്ട്. പിന്നെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലും അതൊക്കെ ഭയങ്കര ഒരു യുണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഫാൻസ്, അന്ന് ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ബില്യൺസ് ഓഫ് ഫാൻസ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. ഡാൻസ് മൂവ്സ്, സോങ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, സ്റ്റൈല്, അതൊക്കെ ഇങ്ങനെ എന്താ ജനറേഷൻ തോറും ഇങ്ങനെ ഫാൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവാത്ത എപ്പോഴും ഇന്നായിട്ടുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആ ഒരു ലെഗസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. റീസെൻ്റായിട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് മൈക്കിൾ എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്തായിരുന്നല്ലോ. ഞാനത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് OTT വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. പിന്നെ ഈ ജേണലിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരുന്നത്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ജേണൽ ബുക്ക് തന്നെ ഞാൻ എടുത്തതുമാണ്. ബട്ട് ചെയ്ത് വന്നപ്പം അതൊന്നിൽ നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. അത് 2 ആക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അതിലും നിൽക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അത് 3 ആക്കിയതാണ്. ഞാൻ ഈ ജേണൽ നല്ല ടൈം എടുത്ത് എൻജോയ് ചെയ്ത് ചെയ്തൊരു ജേണലാണ്. മൈക്കിൾ ജാക്സൻ്റെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ബില്ലി ജീൻസും ദേ ഡോണ്ട് കെയർ അബൌട്ട് അസുമാണ്. എനിക്ക് പിന്നെ അദ്ദേഹം ഫാൻസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി എത്ര ഹമ്പിളായിട്ടാണെന്നുള്ളതൊക്കെ കണ്ടപ്പോൾ ഒന്നുകൂടെ ഭീകര ഫാനായി മാറി. എൻ്റെ ഒരിക്കലും നടക്കാത്തൊരാഗ്രഹത്തിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കൺസേർട്ട് നേരിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. പിന്നെ ബില്യൺസ് ഓഫ് ആൾക്കാരാണ് അദ്ദേഹത്തെ ഇപ്പോഴും മിസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മൂവ്സ്, അദ്ദേഹത്തിൻ്റെ സോങ്സ്. കിങ് ഓഫ് പോപ്പ് എന്നുള്ള ആ ജേണലിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൽബംസ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അത്രയായപ്പോഴത്തേനും നമ്മുടെ ജേണൽ കംപ്ലീറ്റ് ആയി. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഏതാ വേണ്ടതെന്നുള്ളതും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.